ചെയ്യാത്ത ജോലിക്ക് പണം വാങ്ങിക്കുക എന്നുള്ളത് വീണ വിജയന് മാത്രം അവകാശപ്പെട്ടതല്ല. അത് സജി ചെറിയാൻ്റെ ആൾക്കാർക്കും കൂടി ആകാം. മുൻമന്ത്രി സജി ചെറിയാൻ ഇങ്ങനെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്നത് വെറുതെയല്ല. ഓരോ മന്ത്രിമാരുടെയും തട്ടിപ്പ് ഓരോന്നോരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഹെഡ് ഓഫീസിൻ്റെ അനുമതിയില്ലാതെ സീ ഫുഡ് ഹോട്ടൽ കോട്ടയത്ത് തുടങ്ങാൻ മത്സ്യഫെഡിൻ്റെ ജില്ലാ ഓഫീസ് 17 ലക്ഷം രൂപ ചെലവഴിച്ചതിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ സംരംഭത്തിനെല്ലാം പണം വാങ്ങി കീശയിലിട്ട പരിചയമാണ് പിണറായി കാലത്ത് എല്ലാവർക്കും ഉള്ളത്. പണം വാങ്ങിയതല്ലാതെ ഹോട്ടൽ തുടങ്ങിയിട്ടുമില്ല. നിലവിലുണ്ടായിരുന്ന ഫിഷ് ഗാലക്സി അക്വേറിയം അവിടെ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫിഷറീസ് മന്ത്രിയായിരുന്ന സജി ചെറിയാനുമായി അടുപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് കോട്ടയം നാഗമ്പടത്ത് ഹോട്ടൽ സംരംഭം തുടങ്ങിയത് എന്നാണ് പറയുന്നത്. മന്ത്രിയുമായുള്ള അടുപ്പവും സ്വാധീനവും ഉപയോഗിച്ച് നഗരസഭയുടെ സ്ഥലത്ത് മത്സ്യഫെഡിൻ്റെ ഫിഷ് ഗാലക്സി അക്വേറിയം പ്രവർത്തിച്ചിരുന്ന സ്ഥലവും കെട്ടിടവുമാണ് ഹോട്ടലിനായി രൂപമാറ്റം വരുത്തിയത്. എന്നാൽ ഇതിന് മത്സ്യഫെഡിൻ്റെ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് അനുമതിയൊന്നും ലഭിച്ചുമില്ല. മറ്റൊരാവശ്യത്തിനും സ്ഥലം ഉപയോഗിക്കരുത് എന്നാണ് കോട്ടയം നഗരസഭയുമായി ഹെഡ് ഓഫീസിന് ഉള്ള കരാറെന്നും മത്സ്യഫെഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശവും വന്നിരിക്കുന്നു. അങ്ങനെ ഒരു കരാർ ഉണ്ടെന്നിരിക്കെ അത് നഗ്നമായി ലംഘിച്ചിരിക്കുകയാണ്. തുടർന്ന് നഗരസഭയിൽ നിന്ന് താൽക്കാലിക അനുമതി നേടിയെന്ന ഒരു വിശദീകരണ കുറിപ്പുണ്ടാക്കി നാഗമ്പടത്ത് ഹോട്ടൽ തുടങ്ങാനുള്ള ശ്രമമാണ് നടന്നത്. അങ്ങനെ കെട്ടിടത്തിൻ്റെ രൂപമാറ്റത്തിനു മാത്രം 17 ലക്ഷം രൂപയാണ് ചെലവായത്. അതിൽ 10 ലക്ഷം രൂപ കരാറുകാരന് നൽകി, ബാക്കി 7 ലക്ഷത്തിന് വേണ്ടി ബില്ലുകൾ നൽകിയെങ്കിലും അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഹെഡ് ഓഫീസ് ആ ഫയൽ തടഞ്ഞു വെക്കുകയാണ് ഉണ്ടായത്. അതായത് നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതേറെ നാശനഷ്ടം ഉണ്ടായതോടെ നാഗമ്പടത്തെ ഫിഷ് ഗാലക്സി അക്വേറിയവും പൂട്ടിയതാണ്. അതിനുശേഷം സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ മത്സ്യഫെഡ് 3 തവണ നഗരസഭയിൽ അപേക്ഷ നൽകി. അങ്ങനെ കേരളം മുഴുവൻ ഇല്ലാത്ത സംരംഭങ്ങൾക്കായി പണം അടിച്ചുമാറ്റിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് മന്ത്രിമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ എടുക്കാത്ത ജോലിക്ക് അല്ലെങ്കിൽ ചെയ്യാത്ത സേവനത്തിന് കോടിക്കണക്കിന് രൂപ ചില കമ്പനികളിൽ നിന്നും കൈപ്പറ്റി അത് കള്ളപ്പണമായിരുന്നു എന്നും കണ്ടെത്തിയതോടെ EDയുടെ അറസ്റ്റും കാത്തു കിടക്കുകയാണിപ്പോൾ. അപ്പോഴാണ് സജി ചെറിയാൻ്റെ ഈ വെറും 17 ലക്ഷം രൂപ. അതൊന്നും CPMന് വലിയ വിഷയമേ അല്ലാതായി മാറിയിരിക്കുന്നു. ഏതായാലും എല്ലാം അന്വേഷിച്ച് വരുമ്പോഴേക്കും കോടതി കയറാത്ത ഒറ്റൊരാളും മന്ത്രിയായവരിൽ കാണില്ല എന്നുറപ്പായി കഴിഞ്ഞു.